എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ ഓ എൻ്റെ പൊന്നു മാമ, അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മംഗളമായി. എന്തരാണ് എല്ലാ കാര്യങ്ങളും മംഗളമായത്? ചെറുക്കൻ്റെ അഡ്മിഷൻ. അഡ്മിഷൻ റെഡിയായാ? കൊള്ളാം. എവിടെയാണ്? UK. എവിടെ? UK. എൻ്റെ പൊന്നോ, നിന്നെ സമ്മതിച്ചടാ, നിന്നെ സമ്മതിച്ചേ. എങ്ങനെ മാമ എന്നെ സമ്മതിക്കാതിരിക്കും? ഞാൻ ഒരുപാട് ബന്ധങ്ങൾ ഉപയോഗിച്ചല്ലേ മാ ഈ അഡ്മിഷൻ റെഡിയാക്കിയത്. നിനക്ക് പാർട്ടിയിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ? എന്തായാലും ചെറുക്കൻ പെൺട്രോളി അടിച്ച് നടക്കാതെ അവനെങ്കിലും ഒരു ഭാവി ഉണ്ടായല്ലേ. നമ്മളെ കുടുംബവും കൂടെ രക്ഷപ്പെടൂല മാമ. തീർച്ചയായിട്ടും. കൊള്ളാം. എന്തിനാണടാ കോഴ്സ്? മറ്റേ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു ജോലി ഉണ്ടല്ലോ. അതെന്തരേ? മാമ എന്തിന് ഫാർമസിസ്റ്റാ? അത് പഠിക്കാൻ വേണ്ടി. അത് മെഡിക്കൽ സ്റ്റോറിൽ മാത്രമല്ല, കേരളത്തിൽ നല്ല ജോലി കിട്ടും. കിട്ടുമല്ലോ മാമ. അത് മാത്രമല്ലടാ, ഇപ്പൊ കേരളത്തിലെ പിള്ളേരെല്ലാം USA UK ഒക്കെ പോണ എന്തരനെ? എന്തിനു മാമ? എടാ, പഠിക്കുകയും ചെയ്യാം ജോലിയും ചെയ്യാം. അങ്ങനെ ജോലിയും ചെയ്യാല്ലേ? പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇനി ചെറുക്കൻ ഒരു 5-6 ജോഡി ഡ്രസ്സ് എടുക്കണം മാമ. അതെന്തിനൊട്ടിക്ക്? എടാ ചെറുക്ക, യൂണിഫോം അല്ലേടാ കംപ്ലീറ്റ്? മാമ യൂണിഫോം ഈ പഠിക്കുന്ന സമയത്തല്ലേ ഉള്ളൂ. വൈകുന്നേരം ഇതൊക്കെ ഊരി പറക്കി കളഞ്ഞിട്ട് പിള്ളേരോട് ഇത്തിരി കറങ്ങാനാ, സിനിമയ്ക്കാ വല്ല പോണെങ്കിൽ ചെറുക്കന് കളർ ഉടുപ്പ് വേണ്ട അമ്മ. അവനൊരു അന്തസ്സില്ല അമ്മ. അതും ശരി തന്നെ. ഒരു കാര്യം ചെയ്യേ, മാമൻ പൈസ തരാം. അടിപൊളി ഡ്രസ്സ് 8-10 ചെറുക്കൻ എടുത്തോടെ. എടുക്കാമോ? അതിൻ്റെ കൂടെ ഇത്തുപൂല ഉപ്പിലിടും വറ്റലും കിടുപിടി എല്ലാം കൂടെ ചേർത്ത് വാങ്ങിച്ച് കെട്ടി പൊഴിഞ്ഞ് കൊടുത്തോടെ. എൻ്റെ പൊന്നു മാമ. എന്തരടാ ഇതൊക്കെ എപ്പോഴേ കെട്ടിപ്പറക്കിയൊക്കെ വച്ചു മാമ. ആര്? നിന്റെ പെമ്പറന്നാരാ? എൻ്റെ പെമ്പറന്നാരൊന്നും അല്ല. പിന്നാര്? എൻ്റെ മാമി. യാത മാമിയാടാ? നിങ്ങളെ ഭാര്യ എൻ്റെ മാമി. അയ്യോ, അവള് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞില്ലല്ലേ? നിങ്ങളടുത്ത് എങ്ങനെ പറയും? അതെന്താ എൻ്റെ അടുത്ത് പറഞ്ഞുകൂടാത്തത്? മാമ, ഈ ചെറുക്കൻ എൻ്റെ പെമ്പറന്നാര് പെറ്റെന്നല്ലേ ഉള്ളൂ. ഈ പെറ്റിട്ടത് എവിടെ? മാമിയുടെ കയ്യിലല്ലേ? മാമിയല്ലേ വളർത്തിയ ചെറുക്കനെ? അതിന്റെ സ്നേഹം ആ ചെറുക്കൻ എപ്പോഴും ഉണ്ട് മാമിയുടെ അടുത്ത്. മാമിക്ക് അതുപോലെ തിരിച്ച് ചെറുക്കൻ്റെ സ്നേഹം കൊടുക്കും. ചെറുക്കൻ്റെ ഭയങ്കര ജീവനാണോ മാമ? എന്നല്ലേ? പിന്നെ ഒരു കാര്യം ചെയ്യടാ, ഇതിനമ്മ 8-10 ബോളി കൂടെ പൊഴിഞ്ഞു കെട്ടി കൊടുത്തുകൂടെ? എനിക്ക് പാൽപ്പായസവും അടപ്പായസവും കൂടെ വാങ്ങിക്കാമ. ഒരു കാര്യം ചെയ്, 4-5 കൂട്ടം പ്രഥമം വാങ്ങിച്ചു കൂടെ അവന്റെ കൂട്ടുകാർക്ക് കൂടെ കൊടുത്തത് കേട്ടെ. എല്ലാരും തിന്നട്ടല്ലേ അമ്മ? പിന്നെ അല്ലാതെ അടിപൊളിയാവട്ടെ. അമ്മ ഇപ്പൊ അതൊന്നും അല്ല അമ്മ പ്രശ്നം. എന്തരാടാ പ്രശ്നം? എന്റെ പെമ്പറന്നാര് പറയല്ലേ, എന്താ അവ കൂടെ പോണമെന്നാ? അവൻ ഒറ്റയ്ക്ക് വിട്ടാ പറ്റൂലെന്നു. പിന്നെ ഞാനും കൂടെ പോവാൻ. അതൊന്നും ശരിയാവൂല. മാമ, ഞാനും പറഞ്ഞു എനിക്കിവിടെ ഒരു ജോലിയുണ്ട്, എനിക്ക് പോവാക്കൂലെന്ന് പറഞ്ഞു. അവർക്ക് ഒരേ നിർബന്ധം ഞാൻ കൂടെ പോയേ പറ്റുള്ളൂ. അയ്യോ, നിന്റെ ജോലിയിലേയും നൊട്ടിയിലേയും കാര്യമൊന്നും അല്ല. പ്ലെയിനൊക്കെ എത്ര രൂപയാവൂടാ? പ്ലെയിനാ? പിന്നല്ലാതെ. നിങ്ങൾ എന്തിനാ പറഞ്ഞത്? എടാ, പ്ലെയിനൊക്കെ എത്ര രൂപയാവുമെന്ന്? പ്ലെയിൻ എന്തിനാ UK പോവാൻ? പിന്നെ എന്തായാലും നീ ആട്ടോ ഓടിച്ചു പോവോ? എൻ്റെ മാമ, പ്ലെയിനും വേണ്ട, ട്രെയിനും വേണ്ട, ആട്ടയൊന്നും വേണ്ട. പിന്നെ എങ്ങനെ പോകും നീ? നേരെ നമ്മൾ തമ്പാനൂർ പോകണം. അവിടെ നിന്ന് 5 മിനിറ്റ് ഇടവിട്ട് ബസ് കൊണ്ടുപോവാ UK-ലോട്ട്. ചേടാ, അപ്പൊ ഗണേശനെ സമ്മതിച്ചു കൊടുക്കണമല്ലേ ഇവിടുന്ന് തമ്പാനൂരിന്ന് UK-ലോട്ട് ബസ് വിട്ടതിന്? എൻ്റെ മാമ, ഇത് ഇന്നലെ തുടങ്ങിയല്ല, പിന്നെ വർഷങ്ങളായിട്ടുള്ളതല്ലേ. നീ ഏത് UK-യുടെ കാര്യമാടാ പറയുന്നത്? ഇവിടുത്തെ UK. ഇവിടുത്തെ UK എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താ? എൻ്റെ മാമ, ഉദയം കുളങ്ങര. എവിടെയാടാ? ഉദയം കുളങ്ങര. അതെങ്ങനെ UK ആവും? ഉദയൻ്റെ U, കുളങ്ങര K. അപ്പൊ UK ആയില്ലേ? ഉദയം കുളങ്ങരേ. മാമ, ഇവിടുന്ന് 10-35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ് കൊണ്ട് കയറി തമ്പാനൂരിൽ പോവുക. UK-യിൽ ചെന്നിറങ്ങാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യടാ. എന്തിനാ മാമ? US വഴി പോയി അവിടെ കൊണ്ട് UK-യിലാക്ക്. നിങ്ങൾക്ക് എന്ത് പ്രാന്താമ ഈ ഉദയം കുളങ്ങര പോകാൻ വേണ്ടി USA പോകണമെങ്കിൽ? അമേരിക്കയിൽ? എടാ, US എന്ന് പറഞ്ഞാൽ അമേരിക്ക അല്ല, പിന്നെ ഉദയസമുദ്രയില്ലേ, കോവളത്ത് ഉദയസമുദ്ര. അവിടെ രസ്യം ബിരിയാണി കിട്ടും. ഇവിടെ ഓരോ ബിരിയാണി വാങ്ങിച്ച് തിന്നിട്ട് ചെറുക്കനെ കൊണ്ട് UK-യിലാക്കടാ. തന്നെ? വാ.